ഓക്കെ, അപ്പോൾ നമ്മൾ ആറാമത്തെ മൊഡ്യൂളിലേക്കാണ് പോകുന്നത്. അതിൽ നമുക്കുള്ളത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻ സ്മാർട്ട് ഗ്രിഡ്, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഹൈബ്രിഡ് ക്ലൗഡ് ആർക്കിടെക്ചർ, പിന്നെ പവർ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ ചിലർ പഠിച്ചിട്ടുണ്ടാവും, അല്ല പഠിക്കുന്നുണ്ടാവും. ഇത് ഒരു എലക്റ്റീവായിട്ട് പവർ ക്വാളിറ്റി. അപ്പോൾ അതിൽ പഠിച്ച അത്രത്തോളം ഇല്ല, നമുക്ക് വളരെ ചെറിയൊരു ബ്രീഫായിട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ ഹാർമോണിക് സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പാർട്ട്. നമ്മളതിൻ്റെ ഒരു ചെറിയൊരു തുടക്കം മാത്രം ഇപ്പം നമ്മൾ പറയുകയാണ്. പവർ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദി അബിലിറ്റി ഓഫ് എ സിസ്റ്റം ടു ഫംഗ്ഷൻ സാറ്റിസ്ഫാക്ടറിലി ഇൻ ഇറ്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് എൻവിറോൺമെന്റ് വിത്തൗട്ട് ഇൻട്രൊഡ്യൂസിങ് ഇൻടോളറബിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റർബൻസ് ടു എനിത്തിങ് ഇൻ ദാറ്റ് എൻവിറോൺമെന്റ്. അല്ല, അതായത് അതിൻ്റെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് നമുക്കറിയാം നമ്മുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ഒക്കെ ഇലക്ട്രോമാഗ്നറ്റിക് എൻവിറോൺമെന്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള മറ്റൊരു സിഗ്നലോ അല്ലെങ്കിൽ മറ്റൊരു സിഗ്നൽസ് എന്ത് ചെയ്യാൻ പാടില്ല. ആ സമയത്ത് അതിൽ അതർ ഡിസ്റ്റർബൻസ് ആയിട്ട് അതിലുണ്ടാവാൻ പാടില്ല. It is defined as the electrical networks or the grid's ability to supply a clean and stable power supply. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള, അല്ലെ, അൺസ്റ്റേബിൾ ആവാൻ പാടില്ല, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പവറിനെ സപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഐഡിയലി ക്രിയേറ്റ്സ് പെർഫെക്റ്റ് പവർ സപ്ലൈ ദാറ്റ് ഈസ് ഓൾവേസ് അവൈലബിൾ ആയിരിക്കണം ആൻഡ് പ്യുവർ നോയ്സ് ഫ്രീ. അല്ലേ, നമുക്കറിയാം സൈനുസോയിഡൽ ആയിട്ടുള്ള ഒരു വേവ് ഷേപ്പാണ് നമ്മൾ വോൾട്ടേജ്, കറണ്ട് എന്നൊക്കെ പറയുന്നത്. നോൺ സൈനുസോയിഡൽ ആവാൻ പാടില്ല. നോൺ സൈനുസോയിഡൽ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹാർമോണിക് കണ്ടന്റ് ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ അത് ക്വാളിറ്റി കുറയാന്നാണ്, നമുക്ക് കിട്ടുന്ന പവറിന്റെ ക്വാളിറ്റി. അപ്പോൾ ഇറ്റ് ഷുഡ് ബി നോയ്സ് ഫ്രീ, സൈനുസോയിഡൽ ആയിരിക്കണം ആൻഡ് ഓൾവേസ് വിത്തിൻ എ വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ടോളറൻസ്. ഒരു പെർട്ടിക്കുലർ ലിമിറ്റിന്റെ ഉള്ളിലായിരിക്കണം വോൾട്ടേജ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് ഇറ്റ് ഷുഡ് നോട്ട് കം ഔട്ട് ഓഫ് ദാറ്റ് ലിമിറ്റ്. നൗ ഇതിൽ വരുന്ന മെയിൻ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഏറ്റവും കൂടുതലായിട്ട് സാഗ് എന്ന് പറയുന്നതാണ് 56%. സാഗ് എന്ന് പറയുമ്പം അസോസിയേറ്റഡ് വിത്ത് സിസ്റ്റം ഫോൾട്സ്, സ്വിച്ചിങ് ഓഫ് ഹെവി ലോഡ്സ് ആണ് അതിന്റെ കാരണം, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓഫ് ലാർജ് മോട്ടോഴ്സ്. സാഗ് എന്ന് പറയുന്നത്. സ്വെൽ എന്ന് പറയുന്നത് സിസ്റ്റം ഫോൾട്ട് കണ്ടീഷൻ റിലേറ്റഡ് തന്നെയാണ്, അത് 31% ആണ്. അത് ലാർജ് കപ്പാസിറ്റർ ബാങ്ക് അല്ലെങ്കിൽ ലാർജ് ലോഡ് സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്താണ്. പിന്നെ സ്പൈക്സ് 7%, ഔട്ടേജസ് 6%. ഇത്രയാണ് അതിന്റെ ഒരു പവർ ക്വാളിറ്റി പ്രോബ്ലംസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പവർ ക്വാളിറ്റി കുറവാണെങ്കിൽ എനർജി കോസ്റ്റ് കൂടുതലായിരിക്കും, കൂടുതൽ കോസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എക്യുപ്മെന്റ് ഫെയിൽ ചെയ്യാൻ, ഷട്ട് ഡൗൺ ആവാൻ, ലാർജ് കറണ്ട് അൺബാലൻസിന് കാരണമാവും. അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പവർ സപ്ലൈക്ക് എപ്പോഴും നമുക്ക് ഈ പവർ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമൻസ് ഓഫ് ഡിവൈസസ് എപ്പോഴും പവർ ക്വാളിറ്റി ലെവലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഓരോന്നും വോൾട്ടേജ് സാഗിന് ഓരോ ഇൻഡസ്ട്രിയിലും ഉണ്ടാവുന്ന കോസ്റ്റിന്റെ ഒരു ചെറിയൊരു ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലോസസ് പെർ വോൾട്ടേജ് സാഗ് നിങ്ങൾക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വേണ്ടി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, കൂടുതൽ കോസ്റ്റ് വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെ ആ ഒരു പവർ ക്വാളിറ്റിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. നൗ ഇതിൽ ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസിന്റെ ഒരു കോമൺ ബിഹേവിയർ, അല്ലെങ്കിൽ അതിൽ വരാവുന്നത് ഒന്ന് റിയാക്റ്റീവ് പവർ റിലേറ്റഡ് ആയിട്ടുള്ള, നമുക്കറിയുന്നതാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുമ്പോൾ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റിയാക്റ്റീവ് പവർ കൂടുതൽ വരിക എന്ന് പറയുമ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമാണ്, പക്ഷേ പവർ ഫാക്ടർ കുറയാന്നാണ് അതിന്റെ അർത്ഥം. അല്ലെ, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് പവർ ടോട്ടൽ പവർ ആണ്. അതിൽ റിയാക്റ്റീവ് പവർ കൂടുതലായിട്ട് വരിക എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് ദാറ്റ് പവർ ഫാക്ടർ ഈസ് ലോ. അല്ലെ, അത് എപ്പോഴും നമ്മുടെ ഒരു ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് പവർ ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. വോൾട്ടേജ് വേരിയേഷൻ, ലൈൻ വോൾട്ടേജ് ഈസ് ഹയർ ഓർ ലോവർ ദാൻ ദി നോമിനൽ വോൾട്ടേജ് ഫോർ എ ഷോർട്ടർ പീരീഡ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ നെറ്റ്വർക്ക് ഫോൾട്ട്, സ്വിച്ചിങ് ഓഫ് കപ്പാസിറ്റീവ് ലോഡ്സ് ആൻഡ് എക്സസീവ് ലോഡിംഗ്. അല്ല, ലൈൻ വോൾട്ടേജിന് എപ്പോഴും എന്താണ് വേരിയേഷൻസ് വരിക, ഒരു വിത്തിൻ എ ലിമിറ്റല്ലാതെ മാറുക. ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ഫ്രീക്വൻസി, അതായത് നമ്മൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലാത്ത എന്ത് ചെയ്യുക, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഫ്രീക്വൻസിയിലുള്ള വേവുകൾ വരിക. വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും ഇതേപോലെയുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് വിത്ത് മൾട്ടിപ്പിൾ ഫ്രീക്വൻസിയാണ്. വേരിയബിൾ സ്പീഡ്. നൗ ഫ്ലിക്കർ, റാൻഡം ഓർ റിപ്പിറ്റേറ്റീവ് വേരിയേഷൻ, അതായത് റാൻഡം ആയിട്ടുള്ള, ഇത് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു തേർഡ് ഹാർമോണിക്സ് എന്ന് പറയുമ്പോൾ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അതായത് ആ വേവ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ സമയം കൊണ്ട് 3 പ്രാവശ്യം അതേപോലെ 3 സൈക്കിൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതേ ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു തേർഡ് ഹാർമോണിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെന്തല്ല, റാൻഡം അല്ല, അതൊരു പെർട്ടിക്കുലർ വിത്ത് പെർട്ടിക്കുലർ ഷേപ്പ്, അതേ ഷേപ്പിൽ സൈനുസോഡൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. അതേസമയം
ഫ്ലിക്കർ എന്ന് പറയുമ്പോൾ റാൻഡം ആയിട്ടുള്ള വേരിയേഷൻസ് ആണ്. നൗ നെറ്റ്വർക്ക് അൺബാലൻസ്, ഡിഫറെന്റ് ലൈൻ വോൾട്ടേജസ് കോസ്ഡ് ബൈ സിംഗിൾ ഫേസ് ലോഡ്സ്, അൺബാലൻസ് 3 ഫേസ് ലോഡ്സ് ലൈക്ക് വെൽഡിംഗ് എക്യുപ്മെന്റ്. പിന്നെ ലൈൻ വോൾട്ടേജസിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഓസിലേഷൻസ് എന്ന് പറയുമ്പോൾ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി ഇൻഡക്ടർ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് കപ്പാസിറ്റർ, ആ രീതിയിലാണ് ഓസിലേഷൻസ് സംഭവിക്കുന്നത്. ട്രാൻസിയന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്വിച്ചിങ് അല്ലെങ്കിൽ ലൈറ്റ്നിങ് കൊണ്ട് എന്ത് ചെയ്യണം, സ്വിച്ചിങ് ഓപ്പറേഷൻസ് ആണ് കൂടുതലും. ഒരു സഡൻ ആയിട്ട് വരുന്ന പിന്നെ വ്യത്യാസമാണ്, ഡിസ്റ്റർബൻസ് ആണ്, സഡൻ ആയിട്ട് വരുന്ന ഒരു പിന്നെ വോൾട്ടേജിലൊക്കെ വരാവുന്ന വേരിയേഷൻസിനാണ് നമ്മൾ ട്രാൻസിയന്റ് എന്ന് പറയുക. നൗ ഇത് ഓരോന്നും എടുത്ത് പറയുകയാണ്. വോൾട്ടേജ് സാഗ് അല്ലെങ്കിൽ ഡിപ്പ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഓഫ് ദി നോർമൽ വോൾട്ടേജ് ബിറ്റ്വീൻ 10 and 90% ഓഫ് ദി നോമിനൽ RMS വോൾട്ടേജ് അറ്റ് പവർ ഫ്രീക്വൻസി ഫോർ ഡ്യൂറേഷൻസ് 0.5 സൈക്കിൾ ടു 1 മിനിറ്റ്. അതുപോലെയുള്ള വേരിയേഷൻസിനാണ് നമ്മൾ സാഗ് എന്ന് പറയുക. വോൾട്ടേജിന്റെ ഡിക്രീസ് ആണ് അത്. നൗ ഇതിന്റെ കോസസ് എന്ന് പറഞ്ഞാൽ ഫോൾട്ട്സ് ആണ്. ഫോൾട്ട് ഓൺ കൺസ്യൂമേഴ്സ് ഇൻസ്റ്റാളേഷൻ ആവാം, അല്ലെ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ സൈഡിലാവാം, കണക്ഷൻ ഓഫ് ഹെവി ലോഡ്സ് ആൻഡ് സ്റ്റാർട്ടപ്പ് ഓഫ് ലാർജ് മോട്ടോഴ്സ്, മാൽ ഫംഗ്ഷൻ. ഇത് ഇങ്ങനെ വോൾട്ടേജ് പെട്ടെന്ന് വേരിയേഷൻ വരുന്നതുകൊണ്ട് എന്ത് വരാം, മൈക്രോ പ്രൊസസർ ബേസ്ഡ് കൺട്രോൾ സിസ്റ്റം അല്ലെ, അതിൽ ചെറിയൊരു വ്യത്യാസം വോൾട്ടേജ് വന്നാൽ തന്നെ ഇറ്റ് വിൽ അഫക്ട് ദാറ്റ് കൺട്രോൾ സിസ്റ്റംസ് ആൻഡ് ട്രിപ്പിംഗ് ഓഫ് കോൺടാക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ റിലേസ്, ഡിസ്കണക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ റൊട്ടേറ്റിംഗ് മെഷീൻസ്. Now വോൾട്ടേജ് സാഗിന്റെ ഇത് ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, അസോസിയേറ്റഡ് വിത്ത് എ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഓൺ അനദർ ഫീഡർ ഫ്രം ദി സെയിം സബ്സ്റ്റേഷൻ. അപ്പോൾ വോൾട്ടേജിൽ വരാവുന്ന വേരിയേഷൻസ് ആണ്. നൗ ട്രാൻസിയന്റ് എന്ന് പറയുമ്പോൾ ഒരു സഡൻ ആയിട്ടുള്ള അൺഡിസൈറബിൾ ആൻഡ് മൊമെന്റർലി വേരിയേഷൻ. മറ്റേതിൽ പോലെ ഇതൊരു സഡൻ ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ്. വോൾട്ടേജ് ആൻഡ് കറന്റ് ഇൻ ബോത്ത് ഇസ് രണ്ടിലുണ്ടാവാം. ട്രാൻസിയന്റ് ഡിസ്റ്റർബൻസ് ആർ കോസ്ഡ് ബൈ ഇഞ്ചക്ഷൻ ഓഫ് എനർജി ബൈ സ്വിച്ചിങ്. ഒന്നുകിൽ സ്വിച്ചിങ് ഓപ്പറേഷൻ, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ലൈറ്റ്നിങ് ഉണ്ടാവാം. ഇമ്പൾസീവ് ട്രാൻസിയന്റ് ആൻഡ് ഓസിലറി ട്രാൻസിയന്റ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരാം. ഇമ്പൾസീവ് ട്രാൻസിയന്റ് എന്ന് പറയുമ്പോൾ സഡൻ നോൺ പവർ ഫ്രീക്വൻസി ചേഞ്ച് ഇൻ ദി സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ഓഫ് വോൾട്ടേജ്, കറന്റ് ഓർ ബോത്ത് ഇൻ യൂണി ഡയറക്ഷൻ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത, ഇമ്പൾസീവിന്റെ പ്രത്യേകത. സഡൻ ആയിട്ടുള്ള വേരിയേഷൻ തന്നെയാണ്, കറണ്ടിലും വോൾട്ടേജിലും ആണ്. പക്ഷെ അത് യൂണി ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പൊളാരിറ്റി, ഒന്നുകിൽ പോസിറ്റീവ് സൈഡിലോ നെഗറ്റീവ് സൈഡിലോ മാത്രമാണ് സംഭവിക്കുന്നത്. അതിന്റെ റൈസ് ആൻഡ് ഡീകേ ടൈംസ് വഴി നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. 1.5 into 50 microsecond 2000 volt impulsive transient rises from 0 to its peak value of 2000. അതാണ് ഈ 2000 എന്ന് പറയുന്നത്. 0 മുതൽ 2000 വോൾട്ട് വരെ അത് 1.2 മൈക്രോസെക്കൻഡിലും ദെൻ ഡീക്കേസ് ടു ഹാഫ് ഇറ്റ്സ് പീക്ക് വാല്യൂ 50 മൈക്രോ. അതാണ് ഇതിന്റെ അർത്ഥം. 1.2 into 50 മൈക്രോസെക്കൻഡ് 2000 എന്ന് പറഞ്ഞാൽ 0 മുതൽ 2000 വരെ അത് റൈസ് ചെയ്യുന്നത് 1.2 മൈക്രോസെക്കൻഡിലും അത് ഡീക്കേ ചെയ്യുന്നത് ഹാഫ് ഓഫ് ഇറ്റ്സ് പീക്ക് വാല്യൂവിന് അത് ഡീക്കേ ചെയ്യുന്നത് 50 മൈക്രോസെക്കൻഡിലും ആയിരിക്കും. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഇമ്പൾസീവ് ട്രാൻസിയന്റ് ലൈറ്റ്നിങ് വഴിയാണ് ഇമ്പൾസീവ് ട്രാൻസിയന്റ് കൂടുതലും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന്റെ ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓസിലേറ്ററി ട്രാൻസിയന്റ് എന്ന് പറയുമ്പോൾ സഡൻ തന്നെയാണ്, നോൺ പവർ ഫ്രീക്വൻസി ചേഞ്ച് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ, വോൾട്ടേജ് അല്ലെ കറന്റ് ഓർ ബോത്ത് ആണ്. പക്ഷെ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊളാരിറ്റി രണ്ടിലും വ്യത്യാസങ്ങൾ വരാം. ബാക്ക് ടു ബാക്ക് കപ്പാസിറ്റർ എനർജൈസേഷൻ റിസൾട്ട്സ് ഇൻ ആൻ ഓസിലേറ്ററി ട്രാൻസിയന്റ് കറന്റ് ഡ്യൂറിംഗ് ദി 10s of kilohertz. അപ്പോൾ അങ്ങനെ കപ്പാസിറ്റർ എനർജൈസേഷന്റെ ആ സമയത്ത് ഉണ്ടാവാം. നൗ കേബിൾ സ്വിച്ചിങ് റിസൾട്ട്സ് ഇൻ ഓസിലേറ്ററി വോൾട്ടേജ് ട്രാൻസിയന്റ് ദി സെയിം ഫ്രീക്വൻസി റേഞ്ച്. നൗ അതിന്റെ അതായത് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. നിങ്ങൾക്കറിയാം ഇത് 0 ആക്സിസ് ആണ്. രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യാം, വേരിയേഷൻസ് വരാം. നൗ പവർ ക്വാളിറ്റി ഡിസ്റ്റർബൻസിൽ അഗൈൻ ലോങ് ഡ്യൂറേഷൻ വോൾട്ടേജ് വേരിയേഷൻ. നേരത്തെ ഓരോന്നായിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പിന്നെ വോൾട്ടേജ് സാഗിനെ പറ്റി പറഞ്ഞു, ദെൻ ട്രാൻസിയന്റ്, മൂന്നാമതായിട്ട് ലോങ് ഡ്യൂറേഷൻ വോൾട്ടേജ് വേരിയേഷൻ. അതായത് പിന്നെ മോർ ദാൻ 1 മിനിറ്റിൽ ഉണ്ടാവുന്ന വോൾട്ടേജിന്റെ ഡീവിയേഷൻസ് ആണ്. ഓവർ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ദി RMS വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 110% അറ്റ് ദി പവർ ഫ്രീക്വൻസി. ഡ്യൂറേഷൻ ലോങ്, അതായത് 1 മിനിറ്റിനേക്കാൾ കൂടുതൽ 110% ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് വരിക. യൂഷ്വലി റിസൾട്ട് ഓഫ് ലോഡ് സ്വിച്ചിങ് വഴിയാണ്. അണ്ടർ വോൾട്ടേജ് 90%-നേക്കാൾ കുറയുക മോർ ദാൻ 1 മിനിറ്റിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു എ കപ്പാസിറ്റർ ബാങ്ക് സ്വിച്ചിങ് കൊണ്ടാണ്. സസ്റ്റെയിൻ ഇന്ററപ്ഷൻസ്, വോൾട്ടേജ് ഇന്ററപ്ഷൻസ് ലോങ്ങർ ദാൻ 1 മിനിറ്റ്. നൗ ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിൽ ഡീവിയേഷൻ ലെസ് ദാൻ 1 മിനിറ്റ് ആണ്. ഫോൾട്ട് കണ്ടീഷൻ കൊണ്ടുണ്ടാവാം. എനർജൈസേഷൻ ഓഫ് ലാർജ് ലോഡ്സ് വിച്ച് റിക്വയർ ഹൈ സ്റ്റാർട്ടിംഗ് കറന്റ് ഓർ ഇന്റർമിറ്റന്റ് ലൂസ് കണക്ഷൻസ് ക്യാൻ കോസ് ഇന്ററപ്ഷൻസ്, സ്വെൽസ്, സാക്സ്, ഇതൊക്കെ അതുകൊണ്ട് ഉണ്ടാവാം എന്നുള്ളതാണ്. നൗ ഇന്ററപ്ഷൻ എന്ന് പറയുമ്പോൾ occurs when the supply voltage or load current decreases to less than 0.1 per unit for a period of നമ്മളവിടെ പറഞ്ഞിരിക്കുന്ന ഇൻട്രപ്ഷൻ, സ്വെല്ല്, സാഗ് എന്ന് മൂന്നും കൂടെ അവിടെ ഒന്നും കൂടെ പറയുകയാണ് ചെയ്യുന്നത്. ഇൻട്രപ്ഷൻ എന്ന് പറയുമ്പം എന്താണ്, അതായത് ഇതിന്റെ പല ഇതാണ്. ഷോർട്ട് ഡ്യൂറേഷൻ വേരിയേഷൻ ആണ് ഇൻട്രപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ട്, വളരെ 1 മിനിറ്റിനേക്കാൾ കുറവുണ്ടാകുന്ന ഒരു വേരിയേഷനാണ് നമ്മൾ എന്താ പറയുക, ഷോർട്ട് ഡ്യൂറേഷൻ വേരിയേഷൻ. അതിലൊന്നാണ് ഇൻട്രപ്ഷൻ എന്ന് പറയുന്നത്. സപ്ലൈ വോൾട്ടേജ് ഓർ ലോഡ് കറന്റ് ഡിക്രീസ് ചെയ്യാണ്
to less than 0.1 per unit for a period of time not exceeding 1 minute. ഇതിനേക്കാളും കുറയാൻ പാടില്ല. ഇനി വോൾട്ടേജ് സ്വെല്ല് എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഓഫ് ദി വോൾട്ടേജ്, ഇത് ഡിക്രീസ് ഓഫ് ദി വോൾട്ടേജ്, ഇത് ഇൻക്രീസ് ഓഫ് ദി വോൾട്ടേജ് ആണ്. ഔട്ട്സൈഡ് ദി നോർമൽ ടോളറൻസ് വിത്ത് ഡ്യൂറേഷൻ മോർ ദാൻ 1 സൈക്കിൾ ആൻഡ് ടിപ്പിക്കലി ലെസ് ദാൻ ഫ്യൂ സെക്കൻഡ്സ്, വളരെ കുറഞ്ഞ ഒരു സമയത്തേക്കാണ് പറയുന്നത്. ഇനി നൗ അഗെയിൻ പവർ ക്വാളിറ്റി ഡിസ്റ്റർബൻസിൽ വോൾട്ടേജ് ഇംബാലൻസ് എന്ന് പറയുന്നത്, വോൾട്ടേജ് ഇംബാലൻസ് എന്ന് പറയുന്ന മാക്സിമം ഡീവിയേഷൻ ഫ്രം ദി ആവറേജ് ഓഫ് ദി ത്രീ ഫേസ് വോൾട്ടേജസ് ഓർ കറണ്ട് അല്ലെ, ത്രീ ഫേസ് വോൾട്ടേജ് ഓർ കറണ്ട് ഉണ്ടാകുന്ന വ്യത്യാസമാണ് മാക്സിമം ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ദി ആവറേജ് ഓഫ്, അതൊരു പെർട്ടിക്കുലർ ഒരു റേഷ്യോനാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ലൈൻ വോൾട്ടേജ് അൺബാലൻസ് റേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മാക്സിമം വോൾട്ടേജ് ഡീവിയേഷൻ ഫ്രം ദി ആവറേജ് ലൈൻ വോൾട്ടേജ് ബൈ ആവറേജ് ലൈൻ വോൾട്ടേജ്. നൗ ഫേസ് വോൾട്ടേജ് അൺബാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ഡീവിയേഷൻ ഫ്രം ദി ആവറേജ് ഫേസ് വോൾട്ടേജ് ബൈ ആവറേജ് ഫേസ് വോൾട്ടേജ്. നൗ വോൾട്ടേജ് അൺബാലൻസ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സീക്വൻസ് വോൾട്ടേജ് കമ്പോണന്റ് ബൈ പോസിറ്റീവ് സീക്വൻസ് വോൾട്ടേജ് കമ്പോണന്റ് ഇൻറ്റു 100%. നൗ വോൾട്ടേജ് ഇംബാലൻസിന് കാരണം സിംഗിൾ ഫേസ് ലോഡ്സ് ഓൺ 3 ഫേസ് സർക്യൂട്ടും ബ്ലോൺ ഫ്യൂസസ് ഇൻ 1 ഫേസ് ഓഫ് 3 ഫേസ് കപ്പാസിറ്റർ ബാങ്ക് ആൻഡ് സിംഗിൾ ഫേസിംഗ് കണ്ടീഷൻസ്. ഇത്രയാണ്. ഇനി നമുക്ക് അതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.